ഫലസ്തീനികളെ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിന് അന്താരാഷ്ട്ര വേദിയിൽ കനത്ത തിരിച്ചടിയായി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിലെ പ്രതിനിധികളുടെ വാക്കൌട്ട്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ 80ാം സെഷനാണ് മനുഷ്യത്വ വിരുദ്ധതയ്ക്കെതിരെ ലോക മനസാക്ഷി ഉണരുന്നതിന് സാക്ഷ്യം വഹിച്ചത്. പ്രസംഗിക്കുന്നതിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോഡിയത്തിൽ എത്തിയ ഉടൻ തന്നെ ഇന്ത്യയുടെ അടക്കം ഭൂരിഭാഗം രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സഭയിൽ നിന്ന് ഒന്നടങ്കം വാക്കൌട്ട് നടത്തുകയായിരുന്നു. ഇവരിൽ പലരും ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. UN-ലെ 193 അംഗരാജ്യങ്ങളിൽ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം ഡിപ്ലോമാറ്റുകളാണ് സഭ വിട്ട് പുറത്തേക്ക് നീങ്ങിയത്. അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ, യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. അൾജീരിയ, തുർക്കി, സൗദി അറേബ്യ, ഇന്തോനേഷ്യ തുടങ്ങി ഏഷ്യയിലെ ഇന്ത്യ, ചൈന, യൂറോപ്പിലെ അയർലൻഡ്, സ്പെയിൻ, ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീൽ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളും ഇതിൽ പങ്കെടുത്തു. ഫലത്തിൽ നെതന്യാഹുവിന് അഭിസംബോധന ചെയ്യാൻ വെറും കസേരകൾ മാത്രം ബാക്കി വെച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ശക്തമായ സന്ദേശം നൽകിയത്. ലോകരാജ്യങ്ങളിൽ മിക്കതും അംഗീകരിച്ച സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ വിമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു സഭയിൽ പ്രസംഗിച്ചത്. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച 157 UN അംഗരാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും UK, ഫ്രാൻസ്, കാനഡ തുടങ്ങിയ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി വിമർശനം ഉന്നയിച്ചു. എന്നാൽ നെതന്യാഹു പറയുന്നത് കേൾക്കാൻ മിക്ക ലോക രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സഭയിൽ ഉണ്ടായിരുന്നില്ല.